ഇന്നു പകലിലെ ദൈവവചന ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിലിപ്രകാരമാണ് കാണുന്നത്: പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഉണ്ടായ മാറ്റവുമാണ് നമുക്ക് പ്രധാനമായി അതിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ ഇന്നു പകലിലെ ദൈവവചന ചിന്ത, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനിൽ വ്യാപരിച്ചാൽ അവനിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ഇന്നു പകലിൽ ചിന്തിക്കുവാൻ ദൈവകൃപയെ ശരണപ്പെടുകയാണ്. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 40 വയസ്സുള്ള ഈ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഭൂരിപക്ഷവും ഒരു ഭിക്ഷക്കാരനായി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതുക്കൽ അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു പലപ്പോഴും ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ടാകാം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പലപ്പോഴും യേശു കടന്നു പോകുന്നതും യേശുവിൽ കൂടെ അനേകർ അത്ഭുതം സൗഖ്യം പ്രാപിക്കുന്നതും അനേകർക്ക് വിടുതലുണ്ടാകുന്നതും ഇവൻ കേട്ടിട്ടുണ്ട്. ഇവൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു സൗഖ്യവും വിടുതലും ഇവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നു. അവിടുന്ന് ശക്തി പ്രാപിച്ച പത്രോസും യോഹന്നാനും ഒരു ദിവസം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ താൻ സാധാരണ പതിവ് പോലെ ചെയ്തു വരുന്ന ഒരു കാര്യമെന്ന നിലവാരത്തിൽ ഇന്നും വ്യത്യസ്തമായ ഒരു കാര്യം ഇന്നു പകലിലും നടക്കുകയില്ല, എനിക്കെന്തെങ്കിലും കുറച്ച് നാണയത്തുട്ടുകൾ ലഭിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ പത്രോസും യോഹന്നാനും കടന്നു വരുന്നത് കണ്ടിട്ട് അവരുടെ മുമ്പിലേക്ക് താൻ കരങ്ങൾ നീട്ടി വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കരങ്ങൾ നീട്ടുമ്പോൾ പത്രോസ് ഇപ്രകാരം പറയുന്നു: വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസറയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്ക എന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവനിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷയിൽ പ്രാരംഭമായി ഞാൻ പറയട്ടെ, ഇന്നൊരത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ല, എന്നും ഒരു സാധാരണപ്പെട്ട ഒരു ദിനമായിരിക്കുമെന്ന് ചിന്തിച്ച് നീ സാധാരണ പദ്ധതികളും പ്ലാനുകളും തയ്യാർ ചെയ്യുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിച്ചാൽ, നിൻ്റെ കുടുംബത്തിലേക്ക് വ്യാപരിച്ചാൽ അതൊരു വ്യത്യസ്തമായ തലത്തിലേക്ക് ദൈവം നടത്തും. ഒരു പുത്തൻ അനുഭവം, ഒരു പുതിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ മുടന്തനായ മനുഷ്യനിലുണ്ടായ പ്രധാനപ്പെട്ട 5 മാറ്റങ്ങൾ ഇന്ന് പകലിൽ ചുരുക്കമായി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഇവനിൽ ഒന്നാമതുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഇവിടെ കാണുന്നു. പത്രോസ് ഇവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ ഇവൻ്റെ മുടന്തു മാറുവാനിടയായി. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവൻ്റെ ശാരീരിക നിലവാരത്തിന് ഫിസിക്കൽ ചേഞ്ച് ഇവനിലുണ്ടായി, ശാരീരികമായ മാറ്റം ഇവനിൽ സംഭവിച്ചു. കാരണം ഇവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇവൻ മുടന്തനാണ്. ഇവനിലൊരു എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം അറിയാം ഇവനൊരു മുടന്തനാണ്, ഇവന് നടക്കുവാൻ സാധിക്കത്തില്ല, ഇവന് പ്രത്യക്ഷമായി ഇവനൊരു രോഗിയാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ഇവനിൽ അക്ഷരീകമായി ശാരീരികമായ നിലയ്ക്കൊരു മാറ്റം വരുവാനിടയായി. ഇത് ഞാനൊരു കഥ പോലെ പറയുന്നു എന്ന് തോന്നരുത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിച്ചപ്പോൾ എൻ്റെ ശാരീരികമായ നിലവാരങ്ങൾക്ക് മാറ്റം വന്നത് എൻ്റെയും ജീവിതത്തിലെ അനുഭവമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു 10 വയസ്സുള്ള സമയത്ത് ഞാൻ സ്കൂളിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീപ്പിൽ നിന്ന് ഞാൻ പുറത്തേക്ക് തെറിച്ചു വീഴുവാനും എൻ്റെ തല പൊട്ടുവാനും വളരെ സീരിയസായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മരണത്തോട് മുഖാമുഖമായി കണ്ടുകൊണ്ട് ഞാനായിരുന്നപ്പോൾ ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ വിടുതൽ, ആ പ്രാർത്ഥനയുടെ ശക്തി എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. അത് മുഖാന്തരം
യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒരു രോഗിയായി അല്ലെങ്കിൽ ഒരു നിത്യ മന്ദബുദ്ധിയായി അല്ലെങ്കിൽ എഴുന്നേറ്റ് ഒരു കാര്യവും ശ്രദ്ധയോടെ ചെയ്യുവാൻ കഴിയാത്ത ഒരു മന്ദബുദ്ധിയായി ജീവിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം എന്നെ ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിർത്തിയത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് പകലിൽ ഈ വചനം ശ്രവിക്കുന്ന വ്യക്തികളോട്, ദൈവജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായ നിലയ്ക്കൊരു മാറ്റം വരണോ, അത് ഡോക്ടർമാരോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മക്രിയകളോ, അതിനെല്ലാം ഒരു പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിച്ചാൽ നിങ്ങളിൽ കാണത്തക്കവണ്ണം പ്രത്യക്ഷമായ ഒരു മാറ്റം സംഭവിക്കും. ഇവനിലുണ്ടായ ഒന്നാമത്തെ മാറ്റം, ഇവൻ്റെ ശാരീരിക നിലയ്ക്ക് മാറ്റം ഉണ്ടായി. ഇവനൊരു രോഗസൗഖ്യം പ്രാപിച്ചു. രണ്ടാമത് ഇവനിലുണ്ടായത് ഇവൻ്റെ മാനസികമായ നിലയ്ക്ക് മെൻ്റലിന് ചേഞ്ച് വരുവാനിടയായി. മെൻ്റൽ ചേഞ്ച്, അതായത് ഒരു മാനസിക രോഗിയുടെ ഒരു നിലവാരം നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ്റെ മാനസിക നിലവാരം നമുക്കറിയാം. അവനെപ്പോഴും അവൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഭിക്ഷക്കാരനായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെത്താൻ ഒരു താഴ്ന്ന വ്യക്തിയാണെന്നുള്ള ചിന്ത അവനെ ഭരിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും മാനസിക നിലയ്ക്ക് ഇവന് മാറ്റം വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇവൻ ദൈവാലയത്തിന് അകത്തേക്ക് പ്രവേശിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ പത്രോസിനോടും യോഹന്നാനോടുമെല്ലാം ഒരുമിച്ച് തുടർന്ന് നടക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് തുടർന്ന് താഴോട്ടുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇവനിലുണ്ടായ മാനസികമായ മാറ്റം വളരെ എടുത്തു പറയേണ്ടതാണ്. ഞാനൊരു ദിവസം ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുവാനിടയായി, ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുക, എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല, എന്തുകൊണ്ടാണ് നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹത്തോട് വിശദമായി ചോദിച്ചപ്പോഴേ പറഞ്ഞു, ഒരു 10,000 രൂപ അദ്ദേഹം ബാങ്കിൽ നിന്ന് കടമെടുത്തു, അത് പലിശ കയറി, അത് ഏകദേശം 20,000 രൂപയുടെ അടുത്ത് ഇപ്പോൾ അടച്ചു തീർക്കണം, അത് വീട്ടുവാൻ നിവൃത്തിയില്ല. അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ഒരു ചെറിയൊരു എമൗണ്ട് ബാങ്കിൽ നിന്ന് എടുത്തു, അത് വീട്ടുവാൻ നിവൃത്തിയില്ല. എന്നാൽ ലക്ഷങ്ങൾ കടമുള്ള ചില ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചിരിച്ചുകൊണ്ട് പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ തരണം ചെയ്യുന്ന കാണുവാനിടയായി. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പരമപ്രധാനമായ സത്യം, നമ്മുടെ മാനസിക നിലയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ, നമ്മുടെ മെൻ്റലിന് ചേഞ്ച് വന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിനെടുപ്പാൻ സാധിക്കത്തില്ല. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സമാധാനമില്ല എന്നുള്ളതാണ്. ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ഭിക്ഷക്കാരനാണ്, ഇവൻ ഭിക്ഷ ധാരാളം അനേകരിൽ നിന്ന് മേടിക്കുന്നുണ്ട്, എല്ലാമുണ്ട് ഇവന്, ഹല്ലേലൂയ. എങ്കിൽ പോലും ഇവൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത അനുഭവം ഇവനെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിൽ അനേക ദൈവമക്കൾക്ക് പോലും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ധാരാളം ധനമുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ പെർത്തിൽ അവിടെയുള്ള ഓസ്ട്രേലിയൻസിനോട് പരിചയപ്പെട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ധാരാളം കയ്യിൽ ഡോളറുണ്ട്, മനോഹരമായ വീടുണ്ട്, വളരെ വില കൂടിയ ലക്ഷറീസ് വാഹനങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എന്തില്ല? സമാധാനമില്ല. ഞങ്ങളുടെ മാനസികമായി ഞങ്ങൾ വളരെ ഡൗണാണ്. ഇന്നു പകലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമപ്രധാനമായ സത്യം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചാൽ, ഒന്ന്, നമ്മുടെ ശാരീരികമായ നിലയ്ക്ക് മാറ്റം വരും. രണ്ടാമത്, നമ്മുടെ മാനസികമായ നിലയ്ക്ക് ദൈവം മാറ്റം വരുത്തും. മൂന്നാമത്, ഈ വചനം വേഗത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവകൃപയെ ശരണപ്പെടുക. മൂന്നാമത് ഇവനിൽ ഉണ്ടായ മാറ്റം, ഇവൻ്റെ വസ്ത്രങ്ങൾക്ക് മാറ്റമുണ്ടായി. ഒരു ഭിക്ഷക്കാരനായിട്ട് ഇവൻ്റെ ജീവിതം തീരുമെന്ന് പ്രതീക്ഷയോടിരിക്കുമ്പോഴാണ് ഇവനിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിച്ചത്. ഇവൻ്റെ വസ്ത്രങ്ങൾക്ക് മാറ്റം വന്നു എന്ന് പറയുവാൻ കാരണം, പഴയ നിയമ ന്യായപ്രമാണം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു, ഒരാലയത്തിനകത്ത് പ്രവേശിപ്പാൻ ചില വ്യവസ്ഥകളുണ്ട്. ന്യായപ്രമാണം വ്യവസ്ഥകൾ പറയുന്നുണ്ട്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് യോശുവ എന്ന് പറയുന്ന പുരോഹിതൻ ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞ് സാത്താൻ അപവാദം പറഞ്ഞു എന്ന് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. ദൈവസേനയിൽ അപവാദം പറഞ്ഞു എന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ ഇവനിൽ ഒരു ഭിക്ഷാടകനായിട്ടുള്ള വേഷം ധരിച്ചുകൊണ്ട്, ഒരു ഭിക്ഷാം ദേഹിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവൻ ഒരിക്കലും ആലയത്തിൽ പ്രവേശിപ്പാൻ വ്യവസ്ഥയില്ല. അങ്ങനെയെങ്കിൽ ഇവനെ ഇത്രയും നാളും പുതപ്പിച്ചുകൊണ്ടിരുന്ന, ഇവൻ ധരിച്ചുകൊണ്ടിരുന്ന വേഷമെന്ന് പറയുന്നത് ഭിക്ഷാടകൻ്റെ വേഷമാണ്. ആ വേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ്റെ തൊഴിലിനെ കാണിക്കുക. ഇവൻ്റെ ദീർഘനാളത്തെ തൊഴിലാണ്.
ഇവൻ്റെ ഒരു ഉപജീവന മാർഗമാണ് ഈ വേഷം. ഒരിക്കൽ ഞാനൊരു നടന്ന സംഭവം കേൾക്കുവാനിടയായിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബുകാർ അവരുടെ ആതുര സേവന പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവർ സമൂഹത്തിലെ ഭിക്ഷാടനം നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എടുത്ത് അവരെ കുളിപ്പിക്കുക, അവർക്ക് എന്തെങ്കിലും ആതുരമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവരുടെ വോളണ്ടിയേഴ്സ് ഒരു ദിവസം പദ്ധതിയിട്ട് അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്ത് ഒരു ദിവസം അവർ ചെന്ന് കണ്ടപ്പോൾ ഒരു ഭിക്ഷക്കാരനായ ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യനെ കണ്ട് അദ്ദേഹത്തെ അവർ തീരുമാനിച്ചു, ഇന്ന് ഞങ്ങൾക്ക് അവനെ വിളിച്ചുകൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇവനെ കുളിപ്പിക്കണം, ഇവനെ കുളിപ്പിച്ച് ഇവന് നല്ല വസ്ത്രമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവനെ കൊണ്ടുപോയി. അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ടുപോയി അവർ ഒരു പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയി അവനെ കുളിപ്പിക്കുവാൻ വേണ്ടി പ്ലാനൊക്കെ ഇട്ട് അവർ അങ്ങനെ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട് ഇവൻ വർഷങ്ങളായി വെള്ളം കണ്ടിട്ട് വർഷങ്ങളായി ഇവൻ കുളിച്ചിട്ട് ഇവൻ്റെ തലയിൽ കുറച്ച് വെള്ളം വീണ് ഇവർ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ സന്തോഷം കൊണ്ട് വളരെ തുള്ളിച്ചാടുവാനിടയായി. അന്നേരം ഇതിൻ്റെ വോളണ്ടിയേഴ്സ് വിചാരിച്ചു ഇവന് സന്തോഷം വരാൻ കാരണം ഇവൻ്റെ തലയിൽ വെള്ളം ചെന്നപ്പോഴത്തേന് ഇവൻ്റെ മാനസികമായ രോഗത്തിനൊക്കെ മാറ്റം വന്നു, ഇവന് സന്തോഷമായി. അതുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിച്ച് ഒരാൾ ചോദിച്ചു, അതിൻ്റെ വോളണ്ടിയർ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ തുള്ളിച്ചാടുന്നത്, എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവൻ പറഞ്ഞത്, ഇപ്പോൾ ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഞാൻ കാണാതെ പോയ എൻ്റെ ഒരു ബനിയൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ദേഹത്തിൽ വെള്ളം വീണപ്പോഴാണ് ഇവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ബനിയൻ ഉണ്ടെന്ന് ഇവൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് ധരിച്ച് അതിനുശേഷം ഇവൻ എന്ത് ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല. കുളിക്കാത്തതിൻ്റെ പേരിൽ ഇവൻ്റെ ശരീരത്തിൽ തന്നെ കിടക്കുന്ന ഈ ബനിയൻ ഇവൻ എന്ത് ചെയ്യുവാൻ സാധിച്ചില്ല, കാണുവാൻ സാധിച്ചില്ല. ഇവൻ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുക. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ ലോകത്തിൽ പാപപരമായ ജീവിത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ പലപ്പോഴും അറിയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെ ആത്മീകാർത്ഥം പറയാം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനിൽ വ്യാപരിച്ചാൽ അവൻ്റെ വസ്ത്രങ്ങൾക്ക് മാറ്റം വരുമെന്ന് പറഞ്ഞാൽ, പിശാചു നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പലതുമുണ്ട്, പാപത്തിൻ്റെതായ വസ്ത്രങ്ങൾ. എന്നാൽ ഒരുവൻ യേശു ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിനെ ധരിച്ചാൽ, ഇവിടെ കാണുന്ന ഒരുവൻ ക്രിസ്തുവിനെ ധരിച്ചാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദൈവവചനത്തിൽ കാണാം, ഇളയ മകൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അപ്പൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം അവന് വിശേഷപ്പെട്ട വസ്ത്രം നൽകി എന്നുള്ളതാണ്. അപ്പൻ അവന് വേണ്ടി കരുതി വെച്ചിരുന്ന വസ്ത്രം. ഏദൻ തോട്ടത്തിൽ മാനവജാതിക്ക് നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം അവർക്ക് നൽകിയ വസ്ത്രം നഷ്ടപ്പെട്ടു, അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ വസ്ത്രത്തിന് വേണ്ടി ആ ഇലകൾ കൂട്ടിത്തുന്നുവാൻ മരത്തിൻ്റെ മറവിൽ പോയി നിൽക്കുവാനിടയായത്, അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുവാനിടയായി. എന്നാൽ ഒരുവൻ ക്രിസ്തുവിനെ ധരിച്ചാൽ കാണുന്നത്, 1 രക്ഷാവസ്ത്രം ദൈവം അവനെ ധരിപ്പിക്കുന്നു, 2 നീതിയുടെ വസ്ത്രം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നമ്മൾ ഹല്ലേലൂയ ബൈബിളിൽ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു തേജസ്സിൻ്റെ വസ്ത്രം ദൈവം താമസമില്ലാതെ തരുവാൻ പോകുക. ഈ പാപപങ്കുലമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മളെ പിശാച് ധരിപ്പിച്ച് മൂടി വെച്ചിരിക്കുന്ന ചില വസ്ത്രങ്ങളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ നിൻ്റെ ആ വസ്ത്രങ്ങൾക്കൊരു മാറ്റം വരണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീകാർത്ഥം, നീ ആത്മീകമായി ഈ രക്ഷാവസ്ത്രം ധരിക്കുവാനിടയാകണം. ഈ വചനം ശ്രവിക്കുന്നവർക്ക് ഇന്ന് പകലിൽ അതിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ചാൽ കാണുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇവന് സൗഖ്യം പ്രാപിച്ചപ്പോൾ ഇവൻ ചെയ്ത കാര്യം, ഇവൻ എഴുന്നേറ്റ് നടന്നതിന് ശേഷം ഇവനായിരിക്കുന്നത് പത്രോസിനോടും യോഹന്നാനോടും കൂടെയാണ്. ഇവൻ്റെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗമായ സ്ഥലവും കൂടെ. പലപ്പോഴും ഞാൻ പല കൺവെൻഷനുകളിലും കടന്നുപോയപ്പോൾ, കുമ്മനാട് കൺവെൻഷനിലൊക്കെ ഞാൻ കടന്നു പോകുന്ന സമയങ്ങളിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ കൺവെൻഷൻ്റെ ഗ്രൗണ്ടിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് പലയിടങ്ങളിലും ഭിക്ഷാടനത്തിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ ആൾ കാണത്തില്ല, പക്ഷേ ഒരു പായയോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ചിട്ട് അതിൽ കുറച്ച് പൈസ വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അത് ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അവരുടെ ഇരിപ്പ്. ഇന്ന് പകലിൽ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇവന് വേണ്ടി ഒരു പെർമനൻ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം വേറൊരാൾ എടുക്കത്തില്ല. അവൻ അവിടെ തന്നെ പെർമനൻ്റ് അവനിരിക്കുന്ന സ്ഥലമായിരിക്കണം. എന്നാൽ അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവൻ ഇതുവരെ ആയിരുന്ന ജോലി വരെ വിടുവാനിടയായി. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി വന്നപ്പോൾ താൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്ന
പാപപരമായ പശ്ചാത്തലവും ചുറ്റുപാടുകളും വിട്ട് അവനൊരു പുത്തൻ മണ്ഡലത്തിലേക്ക് അവൻ എഴുന്നേൽക്കുക. ഇന്നു പകലിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഈ വചനം കേൾക്കുന്ന വ്യക്തികളിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ നിന്നിലൊരു ശാരീരിക നിലയ്ക്കുള്ള മാറ്റം മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ ആയിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്ന്, ആ കൂട്ടുകാരിൽ നിന്ന്, ആ ബന്ധങ്ങളിൽ നിന്ന്, അത് പാപപരമായ ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നീ നയിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഞാൻ പലപ്പോഴും ഓസ്ട്രേലിയയിലെ പല ചെറുപ്പക്കാരും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ഈ ലോകപരമായ കാര്യങ്ങൾ മാത്രം, അവരുടെ മാൻ പവറിൽ മാത്രം അവർ വിശ്വസിച്ചുകൊണ്ട്, മാൻ പവറിൽ മാത്രം അവർ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റ് ദൈവമോ പ്രാർത്ഥനയോ ഒന്നുമില്ല, ക്ലബിലും പബ്ബിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അങ്ങനെ ജീവിക്കുന്ന അനേകരുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിച്ചിട്ടുള്ള ദൈവമക്കൾ അവർ ഞായറാഴ്ചകളിലും മറ്റ് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവർ ദൈവത്തിന് വേണ്ടി സമയം വേർതിരിച്ച് ദൈവത്തിൻ്റെ കൂട്ടായ്മ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നിമിഷങ്ങളെല്ലാം അത് വിലപ്പെട്ടതായി കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവസനിലായിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നിന്റെ ഇരിപ്പ് ആരോടുകൂടെയാണ്? യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെയാണോ ആയിരിക്കുന്നത്, അതോ ലോകത്തോടും പാപത്തോടും പാപപ്രവർത്തികളോടും ഒരുമിച്ചാണോ ഞാൻ ആയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അഞ്ചാമത് ഇവനിൽ ഉണ്ടാക്കിയ മാറ്റം, ഞാൻ കമ്പിവാചകം പോലെ പറയട്ടെ, അഞ്ചാമത് ഇവനിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് ഇവൻ്റെ വർഷിപ്പിന് മാറ്റം വന്നു. ഇവൻ ഇതുവരെയും ആലയത്തിൻ്റെ പുറത്തിരുന്നവനാ. ഇവന് പാട്ടുകൾ അറിയാം, മനോഹരമായ പാട്ടുകൾ അറിയാം. കാരണം ഞാൻ ഈ ഭജനം പഠിച്ചപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചൊരു സത്യമുണ്ട്. ഏകദേശം 40-ലധികം വയസ്സുള്ള ഇവൻ കുറഞ്ഞത് ഒരു 5-6 വയസ്സുള്ളപ്പോൾ ഈ ആലയത്തിൻ്റെ മുമ്പിൽ വന്ന് ഭിക്ഷാടകനായിട്ടിരിക്കുകയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു, ഞാൻ ഊഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവൻ കഴിഞ്ഞ 35 വർഷമെങ്കിലുമായിട്ട്, മിനിമം 35 വർഷമായിട്ട് ഇവിടെയുള്ള പ്രസംഗങ്ങൾ, ഈ ആലയത്തിനകത്ത് നടക്കുന്ന പാട്ടുകൾ, ഇതിനകത്ത് വരുന്ന ശുശ്രൂഷകന്മാർ, പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും എല്ലാം ഇവന് ധാരാളം പരിചയമുണ്ട്. കാരണം ഇവൻ ആൾക്കാർ വരുമ്പോഴും പോകുമ്പോഴും മാത്രമേ ഉള്ളൂ ഇവന് ഈ മുടന്തന് ജോലി. അത് കഴിഞ്ഞ് ആലയത്തിനകത്ത് ശുശ്രൂഷ ആരംഭിച്ച് എല്ലാവരും ചർച്ചിനകത്ത് കയറിക്കഴിഞ്ഞാൽ, പള്ളിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഇവന് യാതൊരു ജോലിയുമില്ല. അങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ കാണുവാൻ സാധിക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ഇവൻ അറിയുന്നത് പോലെ ദൈവവചനം അറിയുന്ന, ഇവൻ അറിയുന്നത് പോലെ പാട്ടുകൾ അറിയുന്ന, ഇവൻ കേട്ടിട്ടുള്ളതുപോലെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ള ആരുമില്ല. കാരണം ഇവൻ ആലയത്തിൻ്റെ വാതുക്കൽ, സുന്ദരമെന്ന ദൈവാലയത്തിൻ്റെ ഗോപുര വാതുക്കലിരിക്കുക. ഇവൻ അറിയുന്നത് പോലെ ദൈവവചനം ആരും കേൾക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ സൗഖ്യം പ്രാപിച്ചാൽ ഇവൻ നേരെ ഓടി ഇവൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്കോ അല്ലെങ്കിൽ ഭവനത്തിലേക്കോ തൻ്റെ സ്നേഹിതരെയോ ബന്ധുമിത്രാദികളോ തേടി ഇവൻ പോകേണ്ടതാണ്. എന്നാൽ ഇവൻ അതിന് പോയില്ല. ഇവൻ നേരെ പോയത് എവിടേക്കാണെന്നറിയാമോ? ഇവൻ പത്രോസിനോടും യോഹന്നാനോടും കൂടെ ആലയത്തിൽ കടന്നു. ആലയത്തിൽ കടന്ന് അവൻ ആലയത്തിൽ തുള്ളിച്ചാടുക. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും നാളും ഇവൻ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇവനിൽ വ്യാപരിച്ചിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ മുടന്തനിൽ വ്യാപരിച്ചപ്പോൾ അവൻ്റെ ആരാധനയ്ക്ക് മാറ്റം വന്നു. ഇവൻ്റെ ആരാധനയിൽ വ്യത്യസ്തമായൊരു നിലവാരത്തിലേക്ക് ഇവൻ ഉയർത്തപ്പെടുവാനിടയായി. ഞാനിത് പറഞ്ഞു വന്നത്, ഇവൻ ആലയത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു ആരാധനയാണ് ആലയത്തിൽ നടക്കുന്നത്. കാണുന്നവരെല്ലാം പരിഭ്രമിക്കത്തക്കവണ്ണം ഇവൻ പത്രോസിനോടും യോഹന്നാനോടും കൂടെ തുള്ളിച്ചാടി നൃത്തം ചെയ്യുമ്പോൾ സാധാരണ വന്ന് പതുപോലെ ആരാധന കണ്ടു പോകുന്നവരെല്ലാം വിചാരിക്കുക, എന്താ ഇന്നൊരു പ്രത്യേകത? കാരണം ഇവനിൽ എന്തു വന്നിട്ടുണ്ട്? ഒരു ശാരീരികമായ നിലയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം എന്താണെന്നറിയാമോ? നിനക്ക് ദൈവം ഒരു സൗഖ്യം തന്നാൽ, നിൻ്റെ ക്യാൻസർ മാറിയാൽ, കുഷ്ഠരോഗ്യം മാറിയാൽ, ദൈവം എൻ്റെ ജീവിതത്തിൽ നടുവേദന മാറ്റി, കണ്ണിന് കാഴ്ചശക്തി ലഭിച്ചു, ഇങ്ങനെ അനവധിയായ സാക്ഷ്യങ്ങൾ നമുക്ക് ധാരാളം കേൾക്കാം. എന്നാൽ പലർക്കും ഈ സാക്ഷ്യങ്ങൾ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു പോകുന്ന അനേകരുള്ളപ്പോൾ ഈ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിക്കുന്നത്, ഒരു യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിൽ യഥാർത്ഥമായി വ്യാപരിച്ചാൽ ഒരു രോഗസൗഖ്യം മാത്രമല്ല, ശാരീരിക നിലയ്ക്കുള്ള സൗഖ്യം മാത്രമല്ല, നിൻ്റെ മാനസിക നിലയ്ക്ക്, നിൻ്റെ ഇരിപ്പിന്, നിൻ്റെ വസ്ത്രങ്ങൾക്ക് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ സത്യം, ആഗ്രഹം, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നുള്ളത് നമ്മുടെ ആരാധനയ്ക്കൊരു മാറ്റം വരണം. ഇന്ന് പകലിൽ ഈ വചനം ശ്രവിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ആരാധനയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ? പാരമ്പര്യത്തിൻ്റെ ഒരാരാധനയല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
ഉണർവ് പ്രാപിച്ചവൻ, അത്ഭുതം പ്രാപിച്ചവൻ, സൗഖ്യം പ്രാപിച്ചവൻ, അവനിൽ നിന്ന് പുറത്തു വരേണ്ട ആരാധന തുള്ളിച്ചാടിക്കൊണ്ട് ശക്തമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരാരാധന, ഒരു ഉണർവിൻ്റെ ആരാധന ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇതുവരെയും അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയാകണം. രോഗികളായ ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നെങ്കിൽ നിങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വിടുതൽ നൽകും. യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് അനേക പാട്ടുകളുണ്ട്. അത്ഭുതം യേശുവിൻ നാമം, ശ്രീയേശു നാമം, അതിശയനാമം, മധുരിമ നാമം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ഭക്തന്മാർ കഴിഞ്ഞ നാളുകളിൽ പാടിയതാണെങ്കിൽ അവൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ രോഗം, നീ ഇന്ന് പകലിൽ ഈ വചനം ശ്രവിക്കുമ്പോൾ നീ ഒരു രോഗിയായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ ഈ വചനം നിൻ്റെ ജീവിതത്തിൽ രോഗസൗഖ്യം തരുവാനിടയാകും. മാത്രമല്ല നിൻ്റെ വസ്ത്രങ്ങൾക്ക്, നിൻ്റെ ജീവിത നിലവാരങ്ങൾക്ക്, നിൻ്റെ ഇരിപ്പിന്, നീ ആയിരിക്കുന്ന ഓഫീസിൽ അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന ജോലി മണ്ഡലത്തിൽ നിനക്കൊരു പ്രൊമോഷൻ ആവശ്യമാണ്, നിനക്കൊരു മാറ്റം ആവശ്യമാണ്, നിൻ്റെ ഭൗതിക നിലവാരങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്നാഗ്രഹിക്കുന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അവൻ യഹൂദയെ നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ എൻ്റെ ജീവിത നിലവാരങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. എൻ്റെ ഈ അനുഭവങ്ങൾ, എൻ്റെ ഈ വ്യത്യസ്തമായ നിലവാരങ്ങൾക്കൊരു മാറ്റം വരുത്തി എന്നെ ഒരു പുത്തൻ തലത്തിൽ ദൈവമേ എന്നെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് പകലിൽ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിച്ച, ഈ വചനം കേൾക്കപ്പെട്ട വ്യക്തികളിൽ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. അവരുടെ ശാരീരികമായ നിലയ്ക്ക്, അവരുടെ വസ്ത്രങ്ങൾക്ക്, അവരുടെ ബുദ്ധിമണ്ഡലത്തിന്, ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ ബുദ്ധിഹീനരായി, അവർക്ക് പഠിക്കുവാൻ നല്ല മാർഗ്ഗമില്ലാതെ, ഹല്ലേലൂയ, ബുദ്ധി വികസനമില്ലായെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അവരിൽ വ്യാപരിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹല്ലേലൂയ, നല്ലൊരു വസ്ത്രം എനിക്ക് ധരിപ്പാനില്ല, എന്നാൽ ഭൗതികമായ വസ്ത്രത്തേക്കാൾ ഉപരിയായി കർത്താവേ എനിക്ക് ആത്മീകമായി തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കണം, ഈ രക്ഷയുടെ വസ്ത്രം ധരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളിൽ മേൽ ഈ വചനം അവർക്ക് വിടുതലായി തീരട്ടെ. എൻ്റെ ജോലി മണ്ഡലങ്ങളിൽ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു ഉയർച്ച ആവശ്യമാണ്, എൻ്റെ പൊസിഷൻ ഒരു മാറ്റം വരുത്തണം, എൻ്റെ ഇരിപ്പിനൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ വചനം ശ്രവിക്കുന്നവരുടെ മേൽ അതൊരു വിടുതലായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലുപരിയായി ഒരു